ഹൃദയരാഗം ഭാഗം 2. പോക്കുവെയിൽ മാഞ്ഞുപോയ ആ സായാഹ്നത്തിന് വെളിച്ചമേകിയൊരു കാഴ്ചയായിരുന്നു അത്. സദാസമയവും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന മുഖം, നെഞ്ചിലെ രോമരാജികൾ മുഴുവൻ എടുത്തു കാണിക്കാൻ അവസരം നൽകി ആദ്യത്തെ 3 ബട്ടൺ ഇടാതെ ആ ഉടലിൽ ചേർന്ന് കിടക്കുന്ന കറുത്ത ഷർട്ട്, അലസമായി ചുരുട്ടിവച്ച സ്ലീവ്, കയ്യിലെ രോമക്കാടുകളിൽ ആവരണം തീർത്തൊരു വെള്ളിച്ചെയിൻ, പൗരുഷത്തിന്റെ പ്രതീകമെന്ന പോലെ വളർന്നു നിൽക്കുന്ന കട്ടിമീശയ്ക്കൊപ്പം ദീക്ഷയും, മുടിയും അവനെ പൂർണ്ണനാക്കുന്ന പോലെ, ഒപ്പം താടിരോമങ്ങൾക്കിടയിൽ എവിടെയോ ഒളിപ്പിച്ചു വച്ചൊരു ചുഴിയും. മൊത്തത്തിൽ ആരെയും കൂസാത്ത ഒത്ത ആണൊരുത്തൻ. കുറച്ചു സമയം അങ്ങനെ തന്നെ നോക്കി നിന്നു. അതിനിടയിൽ ആ വണ്ടി പാഞ്ഞു പോയതും ആൾ തന്നെ ഒന്ന് നോക്കാതെ കടന്നുപോയതും ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന് തോന്നുന്നു. ആ ദൃശ്യവിസ്മയം നൽകിയ മായാലോകത്തായിരുന്നു താനപ്പോഴും. ചില സമയങ്ങളിൽ വികാരം തേരാളിയായി വിവേകത്തെ പൂർണ്ണമായും തോൽപ്പിക്കും. ആ ഒരവസ്ഥയിലായിരുന്നു താൻ. അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണല്ലോ, അത് നമ്മെ അന്ധരാക്കുകയാണ്. നിൽക്കുന്നതിൻ്റെ അരികിൽ സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സന്ധ്യ ഇരുളിന് വഴിമാറിയത് ഓർമ്മ വന്നത്. പിന്നെ കാല് വലിച്ച് നടപ്പായിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ദീപക്ക് ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. തൻ്റെ അനുജനാണ് ദീപക്ക്. സാധാരണ ഞാൻ വന്നതിന് ശേഷമാണ് അവൻ എത്താറുള്ളത്. ഇന്നവൻ നേരത്തെ എത്തിയിരിക്കുന്നു. അമ്മേ, ദേ ചേച്ചി വന്നു. തന്നെ കണ്ടപാടെ അവൻ വിളിച്ചു പറയുന്നുണ്ട്. എത്തിയോ നീ? ഞാൻ അവനെ അങ്ങോട്ട് വിടാൻ തുടങ്ങായിരുന്നു. സമയം എത്രമായെന്നാണ് വിചാരം? എന്താ ഇത്രയും താമസിച്ചത്? കയ്യിലിരുന്ന കഴുകിയ ഓട്ടുവിളക്കുകൾ തുടച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കയറിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ത്രിസന്ധി വരെ നിൽക്കണമായിരുന്നോ? ഒരു കൂട്ടുകാരിയെ കണ്ടു അമ്മേ. സംസാരിച്ചു നിന്ന സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് തോന്നിയൊരു കള്ളം പറഞ്ഞു. ഒരു കൂട്ടുകാരി? വേഗം പോയി കുളിച്ചു വന്ന് വിളക്ക് വെക്കടി. അമ്മ എന്നെ വഴക്ക് പറഞ്ഞതിൽ അവന്റെ മുഖം നന്നായി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവനെ നോക്കി കണ്ണുരുട്ടി കവറമ്മയെ ഏൽപ്പിച്ച് മുറിയിലേക്ക് കടന്നിരുന്നു. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും എനിക്ക് പാര വയ്ക്കുന്നത് ഇങ്ങനെ MBA-കാരനാണ്. അമ്മേ, കൂട്ടുകാരിയെ തന്നെയാണോ എന്ന് ചോദിക്കാൻ? അതെന്നാടാ, കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ? കാരണവരെ പോലെയുള്ള അവന്റെ സംസാരത്തിന് അമ്മ നല്ലൊരു മറുപടി കൊടുക്കുന്നത് കേൾക്കാമായിരുന്നു. പോയിരുന്ന് പഠിക്കടാ. അത് കേട്ട് ചിരിയോടെയാണ് മുറിക്കുള്ളിലേക്ക് കയറിയത്. മുറിയിൽ കയറിയതും ഒരു പാവാടയും ഷർട്ടും എടുത്ത് കുളിക്കാനായി പോയിരുന്നു. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീണപ്പോഴും ആ മുഖം മാത്രമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ് ആളെ കണ്ട് കുറേ സമയം വരെ. ആ കാഴ്ച ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും, ഉദിച്ചു വരുന്ന പകലോനെ പോലെ. കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിച്ച് നാമം ജപിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അമ്മയുടെ അരികിലേക്ക് വന്നു. നാമജപം എല്ലാം കഴിഞ്ഞ് TV ഓണാക്കി. ഇനിയിപ്പോൾ റിമോട്ടിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. അവനാണെങ്കിൽ തമിഴ് പാട്ട് കാണണം, എനിക്കാണെങ്കിൽ ഹിന്ദി സീരിയൽ. രണ്ടുപേരും കൂടി റിമോട്ട് വേണ്ടി വഴക്ക് തുടങ്ങും. അവസാനം അമ്മയുടെ ഇടപെടലിൽ അത് നിൽക്കും. ഒടുക്കം അമ്മ വന്ന് മലയാളം സീരിയൽ വയ്ക്കുന്നതോടെ 2 പേർക്കും അവിടെ നിന്നും എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥയും വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അന്നും മറിച്ചൊന്നും സംഭവിച്ചില്ല. എടി ചേച്ചി, അസൈൻമെന്റ് ഉണ്ട്, കുറച്ച് എഴുതി തരാമോ? വലിയ പേപ്പർ കെട്ടുമായിട്ട് എൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്. ഇതാണ് എൻ്റെ അവസരമെന്ന് തോന്നി ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ താമസിച്ച് വന്നാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ ശരിയാവില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ചേച്ചി. ഞാൻ പക്ഷെ അത് സീരിയസ് ആയിട്ടാണിടാ മോനെ എടുത്തത്. അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അച്ഛൻ വരട്ടടി, നീ താമസിച്ച് വന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പതിയെ അവൻ സ്വന്തം രൂപം പുറത്തെടുത്തു. ശരി, ആയിക്കോട്ടെ. ഇനി നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ പതിയെ രംഗം ഒഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ ചെല്ലക്കുട്ടിയാണ് ഞാനെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാനും ചേച്ചിയുമാണ് അച്ഛന് മുൻഗണന. ചേച്ചി വിവാഹം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് തന്നെയാണ് താമസം. 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇടയ്ക്ക് വരും. ചേട്ടനാണെങ്കിൽ ആർമിയിലാണ്. ദീപുവിന് എപ്പോഴും പരാതിയാണ്, അച്ഛന് പെൺമക്കളോടാണ് സ്നേഹമെന്ന് പറഞ്ഞ്. അമ്മയ്ക്കാണെങ്കിൽ ദീപു കഴിഞ്ഞേ വേറെ എന്തുമുള്ളൂ. കോളേജിൽ നിന്ന് അവധി കിട്ടിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു പുസ്തകം എടുത്ത് വായിക്കാമെന്ന് കരുതി. KR മീരയുടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ് കയ്യിലിരിക്കുന്നത്. പുസ്തക വായനയൊന്നും അത്ര ശീലമുള്ളതല്ല. പിന്നെ വായനശാലയിലേക്ക് പോകാൻ ഒരു കാരണം വേണമല്ലോ. വായനശാലയിൽ പോയാൽ മാത്രമേ ആ ഒരാളെ കാണാൻ സാധിക്കൂ. ആ കാരണത്തിന് പുറത്ത് പോകുന്നതും കുറച്ചു സമയം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ മടുപ്പ് തോന്നും പുസ്തകങ്ങളോട്. അതുകൊണ്ട് ഒരുപാട് വായിക്കാറില്ല. എങ്കിലും സമയം പോക്കിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ കുറേ സമയം അതെടുത്ത് വായിച്ചു നോക്കും. ചിലത് വായിക്കുമ്പോൾ തന്നെ കുറച്ച് താല്പര്യം തോന്നും. ഇതും അങ്ങനെയായിരുന്നു. ന്യൂസ് ചാനൽ വെക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അച്ഛൻ എത്തിയെന്ന് മനസ്സിലായി. അതാണ് സിഗ്നൽ. പിന്നെ പെട്ടെന്ന് അവിടേക്ക് ചെന്നു. ഞാൻ താമസിച്ചു വന്ന കാര്യം ദീപു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ മുഖത്തേക്ക് ഒരു ചിരിയോടെ നോക്കിയ അച്ഛൻ, ഒരുപാടൊന്നുമില്ല അച്ഛ, കുറച്ച് സമയം താമസിച്ചു. കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടു. അവളുടെ ചേട്ടനും കൂടി എവിടെയോ പോയിരുന്നു. അപ്പോൾ കുറച്ചു നേരം സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിനായാണ് ഈ കഥയൊക്കെ ഉണ്ടാക്കുന്നത്.
അച്ഛനോട് പറയാൻ പഠിച്ചു വെച്ച ആ കഥ പറഞ്ഞു. പോട്ടടാ, അവളവിടെ കൂട്ടുകാരി ഒന്ന് കണ്ട് സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ പുന്നാരിച്ചു. ഒരു കുശുമ്പോടെ കൂടെ പറഞ്ഞ് ദീപു അകത്തേക്ക് പോയിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അച്ഛന് പ്രിയപ്പെട്ട ചെണ്ടമുറിയനും മുളകിട്ട മീൻകറിയും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് അച്ഛൻ കുറേ നേരം കൂടി TV ചാനൽ നോക്കിയിട്ട് നിൽക്കും. അമ്മയാണെങ്കിൽ എനിക്ക് പാലെടുത്ത് തന്നിട്ട് മുറിയിലേക്ക് പോകുവാൻ വിളിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലെയുള്ള അമ്മയുടെ ശീലമാണ് രാത്രിയിൽ എനിക്കൊരു ഗ്ലാസ് പാല് തരിക എന്നുള്ളത്. മുറിയിലിരിക്കുമ്പോഴാണ് ആലോചിച്ചത്, നാളെ വിളിക്കണം എന്നാണ് നീതു പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ? ഫോണിലൂടെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആളോട് പറയാൻ തനിക്ക് സാധിക്കുമോ? അങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിലൂടെ ഒരു നിമിഷം കൊണ്ട് പാഞ്ഞു പോയിരുന്നു. കണ്ണാടിയിൽ നോക്കി ആളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഹലോ, അനുവേട്ടനല്ലേ? എൻ്റെ പേര് ദിവ്യ. ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് കുറേ കാലമായിട്ട് അനുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു പറയാനുള്ള ഭയം കൊണ്ടാ ഇത്ര കാലം പറയാതിരുന്നത്. പക്ഷെ ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇത് തുറന്നു പറയാതെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത്രയും പറഞ്ഞ് മറുപടി പോലും കാക്കാതെ ഫോൺ കട്ട് ചെയ്യണം. ഇത് പല രീതിയിൽ പറഞ്ഞു നോക്കി. നാടകത്തിന്റെ റിഹേഴ്സൽ പോലെ. നാളെ പറയാനുള്ളൊരു തയ്യാറെടുപ്പായി. ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം ആ ശബ്ദമൊന്ന് കേൾക്കുവാനുള്ള ആകാംക്ഷയായിരുന്നു. പിറ്റേന്നുണർന്ന് അമ്മയോടൊപ്പം ഓരോ ജോലികൾ ചെയ്യുമ്പോഴും വൈകുന്നേരമാകാനായിരുന്നു മനസ്സ് കൊതിച്ചത്. ഇതിനിടയിൽ അമ്മയുടെ ഫോണിൽ നിന്നും നീതുവിനെ വിളിക്കുകയും ചെയ്തു. എടി, നമ്പർ കിട്ടിയോ? കിട്ടി. കുറച്ചു മുമ്പാ കിട്ടിയത്. എങ്ങനെ എടുത്തു? ചേട്ടായി കുളിക്കാൻ കയറിയതായിരുന്നു. ആ സമയത്ത് ഫോൺ അരിച്ചു പെറുക്കി. നമ്പർ കിട്ടി. ആളുടെ നമ്പർ തന്നെയാണോ? ആണടി, ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരണോ? വേണ്ട, കവലയിൽ നിന്നാൽ മതി. ശരി, ഞാൻ അവിടേക്ക് വരാം. ശരി. നമ്പർ കിട്ടിയെന്ന് അവൾ പറഞ്ഞ നിമിഷം മുതൽ ചങ്കിടിക്കാൻ തുടങ്ങി. 4 മണിക്കാണ് ലൈബ്രറി തുറക്കുന്നത്. 3 മണിയായപ്പോൾ ഒരുക്കം തുടങ്ങിയിരുന്നു. പച്ചയിൽ വയലറ്റ് ബോർഡറോട് കൂടി ഒരു ചുരിദാറാണ് ഇട്ടത്. ഫോൺ വിളിച്ച് കാണണമെന്ന് ആള് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാണണമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം നന്നായി ഒരുങ്ങിയാണ് ഇറങ്ങിയത്. കയ്യിലിരുന്ന പുസ്തകവും പിടിച്ച് പുറത്തേക്ക് പോയപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് വേണ്ടിയുള്ള പോക്കാണോന്ന്. അത്രമേലുണ്ടായിരുന്നു ഒരുക്കം. കവലയിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ ഓടി ചെന്നിരുന്നു. എന്താടി, നീ എന്താ വല്ല കല്യാണത്തിനും പോവാണോ? അമ്മ ഇത് തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ തോന്നുന്നു. ഒരു ചമ്മലോടെ ഒന്ന് ചിരിച്ചു കാണിച്ചു. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എന്നെ അറിയില്ലെങ്കിൽ കാണാനോ മറ്റോ പറഞ്ഞ പെട്ടെന്ന് കാണാമല്ലോ എന്ന് കരുതിയ. അല്പം ജാള്യതയോടെയാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് പെണ്ണ് കാണൽ നടക്കും. നീ വാടി. നമ്പർ എഴുതിയ പേപ്പർ അവൾ എൻ്റെ കയ്യിൽ തന്നു. ഒരു നിമിഷം ഹൃദയം പിടച്ചതുപോലെ. അതിനുള്ളിലെ പ്രിയപ്പെട്ട അക്ഷരങ്ങൾ ഒരു നിമിഷം കൊണ്ട് തന്നെ മടപ്പാടമാക്കിയിരുന്നു. അക്കങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് പകർത്തി എഴുതിയതുപോലെ. ആദ്യം നമുക്ക് കോയിൻ ബൂത്തിലേക്ക് പോകല്ലേ? അതെ. അവൾക്കൊപ്പം കോയിൻ ബോക്സിനരികിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയും പരിഭ്രമവും ഒക്കെ നിറഞ്ഞ് ഹൃദയം ക്രമാതീതമായി ഇടിക്കുന്നതറിഞ്ഞു. കൈകൾ തണുത്തു മരവിച്ചു. ആ 1 രൂപ നാണയം ആ ഫോണിലേക്കിട്ട് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഹൃദയം ഒരു നിമിഷം ക്രമാതീതമായി ഇടിച്ചു നിന്ന് പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടിരുന്നു. അവളാണെങ്കിലോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. 3-4 ബെല്ലിന് ശേഷമാണ് കോൾ എടുക്കപ്പെട്ടത്. ഹലോ. അപ്പുറത്തു നിന്നും ഗാംഭീര്യം തുളുമ്പുന്ന ശബ്ദം എൻ്റെ ഹൃദയപാളികളെ നിശ്ചലമാക്കുന്ന പോലെ. ഒരു നിമിഷം എൻ്റെ ഹൃദയം ഒന്ന് നിലച്ചു പോയതുപോലെ തോന്നി. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.